അങ്ങനെ വോട്ടും കഴിഞ്ഞു, ചീട്ടും കയറി. ഇപ്പൊ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ഇനിയിപ്പോ ആരിനെ കിട്ടുക, വേറെ ട്രൈ ചെയ്ത് നോക്കാം. ആരെയും ഇനി കിട്ടാതിരിക്കില്ല. അടിച്ചു പൊളിക്കാൻ കുറച്ച് പൈസ എന്തായാലും വേണമല്ലോ. ടൗണിക്ക് പോവല്ലേ? ആളോട് ചോദിച്ചാ 10-500 കിട്ടാതിരിക്കില്ല. ആശാനോട് നമുക്ക് ചോദിച്ചു നോക്കാം. ടൗണിലേക്ക് സിനിമയ്ക്ക് പോവാൻ 10-500 അതിന്റെ കാര്യം എനിക്കറിയുള്ളൂ, ഇവിടെ വേറെ ആർക്കും അറിയില്ല. ഒരു 500 രൂപന്റെ ഒരു ആ പച്ച നോട്ട് കണ്ടിട്ട് നാളെ എത്രയും മതി. ഞാൻ ഇന്നൊരു കാര്യം ചെയ്യും, വന്നല്ലേ ഇരിക്കും. എടാ അവിടെ ഒരാളെ മറ്റൊരു ഹോട്ടൽ ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു പണി വന്നിട്ടുണ്ട്. നേരെ പറഞ്ഞില്ല, അത് നേരെ പറഞ്ഞില്ല. അതിലുണ്ടാവും ഒരു ഉടമസ്ഥന്റെ മറ്റേ കയറിയിട്ടാണ് ആ ഹോട്ടലിൽ ഇരിക്കുന്നത്. അപ്പൊ ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വർക്കൊന്നും ആയിട്ടില്ല. നമുക്ക് ആ പണി കഴിഞ്ഞിട്ട് പോരെ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോ നമുക്ക് അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കണം. പണിയെടുക്കാതെ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ നോക്കാം. പിടിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ കിട്ടിയില്ലല്ലോ? ഇല്ല. ആശാൻ പറയും. നമുക്ക് അതിനുള്ളൊരു മറ്റാളെ നോക്കിയേ. ആളുടെ കളിന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആളുടെ അടുത്ത് ചോദിച്ചാൽ ചിലപ്പോ 500 5,000 വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതെയോ? ഒരു കാര്യം ചെയ്യും, ശരി. ഞാൻ ഹലോ ശരി, എന്താടാ പറഞ്ഞ പോലെ ചെയ്താ? ഒന്നും നോക്കണ്ട, വെട്ടിക്കോ. ആശാൻ ചില്ലറക്കാരനല്ലോട്ടോ. വെട്ട് കുത്ത് എല്ലാം ഉണ്ട്. നമുക്ക് ആളുടെ പോയി കഴിഞ്ഞാലേ നമുക്ക് പണിയെടുക്കാണ്ട് പൈസയും കിട്ടും, നമ്മുടെ പരിപാടികളും ഇത്രയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴാ മനസ്സിലായുള്ളൂ ഞാൻ ആശാൻ വരുന്നതോടെ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. എന്താടാ വെച്ചിയ പണിയൊന്നുമില്ലല്ലേ? നിന്നോടൊക്കെ മര്യാദക്ക് പറഞ്ഞല്ലേ എന്റെ ഒപ്പം നിക്കാൻ. ആയില്ലേ മാറി എന്നാലേ കാര്യം നടക്കുള്ളൂ. അതുകൊണ്ടാ ഇനിയും പഴയ പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ അതുപോലെ തന്നെയാ. പല പ്രാവശ്യം നിന്നോടൊക്കെ പറഞ്ഞാണ് മര്യാദക്ക് ഇവിടെ നിൽക്കും അല്ലേ? പണി നമ്മൾക്ക് പണിയപ്പോ നമ്മളെപ്പോഴും പണിതോണ്ടിരിക്കും. അറിയാം. എന്താണ് പരിപാടി? എന്താണെന്ന് പറഞ്ഞാ മതി, നമ്മള് എന്തിനും തയ്യാറാ. അത് വെട്ടണ്ടേ നമുക്ക്? എന്തായാലും ഇവർക്ക് വന്നില്ലല്ലോ, പണിയൊന്നും അമ്പലത്തിൽ കൊടുക്കാം. ഓക്കെ അല്ലേ? നീ കേറി, നീ ഇടയ്ക്ക് ഉഴപ്പായിരുന്നാ മതി. കൈ വറക്കരുത് കേട്ടാ. കേറി വലിച്ചെറി. കൈവർക്കാത്തമാരുണ്ടോ അതിന്റെ പണിയല്ലേ? രണ്ടാം മരം ഇറങ്ങിക്കോ. പിന്നെ എന്റെ ആശാനെ പറ്റി നിങ്ങക്ക് അറിയണ്ട. ഞാനേ ആശാൻ എന്ന് വെച്ചാൽ ആരാ ഇയാൾക്ക് ഇന്ന് കാണും ആശാന്റെ തനി സ്വരൂപം. ആശാൻ പൊളിയല്ലേ? പിന്നെ ആശാനെ പറ്റി നിങ്ങക്ക് അറിയാലോ. ഇവിടെ ആശാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലുണ്ടല്ലോ
ഒന്നും ഇല്ലാണ്ടാ തീർക്കോളാ ആശ. ചേട്ടാ ഡ്രസ്സൊക്കെ മാറ്റിട്ട് അങ്ങോട്ട് പറയാൻ പറ. ആശാനെ ഒറ്റാവാതിരിക്കണം. നല്ലല്ലേ? നല്ല സൂപ്പറല്ലേ? നല്ല നല്ല അഴിച്ചു വെക്കാം. ഇല്ലെങ്കിൽ പിന്നെ ബ്ലഡ് ഒക്കെ ആയി പിന്നെ കഴിഞ്ഞാൽ ആശാൻ കതുകണം വാ. പെട്ടെന്ന് പോവാ. ഞാൻ ആദ്യമായിട്ടാ മറ്റേ വെട്ടും കുത്തൊക്കെ ആദ്യമായിട്ടാ പേടിക്കണ്ട. ചില്ലറ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പഠിപ്പിച്ചു തരും. എനിക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചത് ആശാൻ? അതുപോലെ നിങ്ങൾക്ക് ആശാൻ പഠിപ്പിച്ചു. എന്നാ ശരി, ഞാൻ തകർക്കാം. പെട്ടെന്ന് വേം വരൂ, ബോസ് ചീത്ത വരൂ. ടൂൾസ് അവിടെ ഉണ്ട്. ഞാൻ കമ്പി എടുക്കാം. ഒരു 10 പേരെ ഞാൻ ടൂൾസ് എല്ലാം എടുത്തോളൂ. ഇതെന്താ? ഇതന്നെ ടൂൾസ്. ബായ് അവിടെ ഉണ്ട്, പെട്ടെന്ന് വരും. കുത്താനാവും പറ്റും. ശരി, ഇതിലാവട്ടെ. വരൂ വരൂ. അതാ ആശാൻ വെട്ടിയടാ. ശാലേ പറയാ ശാല, നല്ലൊരു കൊലച്ച് അതേ പോയിട്ടാ. കൊലാന്ന് വിചാരിച്ചപ്പോ വാഴക്കൊലെന്ന് വിചാരിച്ചില്ല. നീ അറിഞ്ഞില്ല അല്ലേ? ഞാനിപ്പോ ഉള്ളവരോട് ആശാൻ പണിയിട്ടടാ. നീയല്ലേ പറഞ്ഞ പണി കൈ വറക്കാതെ പണി എന്ന് പറഞ്ഞു. മണ്ണിൽ പണിയെടുക്കണം. നമ്മളെ ഒരു ഇതായിക്കൊണ്ട് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അധ്വാനിച്ച് പൈസ സമ്പാദിക്കണം. അതാണ് നല്ലത്. ഒരാളെ പറ്റിച്ചിട്ടും ഒരാളെ പറ്റ് മോഷ്ടിച്ചിട്ടുള്ള പൈസ അത് ഇന്ന് മുതൽ മക്കളെ പണിയല്ലേ? പണിയാ. എന്താ ചെയ്യാ? പിന്നെതാ ഈ പണിയെടുത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ പണി ആശാനെ. ഇവനേതാ? നമ്മുടെ കൃഷിയാണ്. അവനെ ആദ്യം ശരിയാക്കിട്ടാ. തീർച്ചയായിട്ടും. ഓക്കെ ബായ്. അവർക്ക് 800 കൊടുത്തു ഇതാക്കൂലി. വൈകുന്നേരം പണി മാറുമ്പോ ആശാൻ 800. എനിക്ക് 500 ഉള്ളൂ. ബംഗാളിക്ക് അത് മതി. എന്ത് പണിയാണെങ്കിലും പണിയാം. 800 കൂലി. ആശാനെ പണിയെടുത്ത് കാശ് വരില്ല. ഇതാണ് കൃഷിപ്പണി എന്ന് പറയുന്നത്. നമ്മളെ പണി എന്താന്ന് മനസ്സിലായില്ലേ? ചെയ്തോ.